ഹരിയിലേക്ക് വരാം. ഈ പി ഭാസ്കരൻ മുതൽ കരിമുകിൽ കാട്ടിലെ മുതൽ ഇങ്ങ് വയലാർ ചന്ദനത്തിൽ ശ്രീകുമാരൻ തമ്പി ഒരുപാട് പാട്ടുകൾ ആ കവികളുടെ ഒരു നിരയിൽ ഒടുവിൽ ഹരിനാരായണൻ വരെ എത്തി നിൽക്കുന്ന കവികളുടെ, ഞാൻ കവികളെന്ന് വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വരികൾ പാടിയ ഗായകനാണ്. അപ്പം നിങ്ങൾ നിയതമായി എഴുതുന്ന ഈ 8 വരി അല്ല 9 വരി നിയതമായ വരികളിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഭാവം, അദ്ദേഹത്തിന് സൃഷ്ടിക്കുന്ന ഭാവം എങ്ങനെയാണ് നിങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്? ഈ വരികൾക്കൊരു ജീവൻ കൊടുക്കണ, ഒരു ഭാവം കൊടുക്കണമല്ലോ, സംഗീത സംവിധാനം മാത്രം പോരാ, ഒരു ഫ്ലഷ് വേണമല്ലോ. അതെങ്ങനെയാണ് ഹരി അത് നോക്കിക്കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ തലമുറയിലൂടെ ഇങ്ങനെ ഈ സഞ്ചാരത്തെ? എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീത സംവിധായകരുടേതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പാട്ടെഴുത്തുകാരൻ്റെ ഗായകനാണ് ജയചന്ദ്രൻ എന്ന് തോന്നാറുണ്ട്. അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ ഓലഞ്ഞാലിക്കുരുവി പാട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ ജയേട്ടനെ ആദ്യം കാണുന്നത് വേറൊരു പാട്ടിൻ്റെ, ഗായകൻ സന്നിധാനന്ദൻ്റെ കെയർ ഓഫിലുള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴാണ് ജയേട്ടനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ട്, അപ്പോൾ ഇതിങ്ങനെ പാട്ട് എഴുതിയാന്ന് മൈൻഡ് ചെയ്യണില്ല, ഒരാളെയും മൈൻഡ് ചെയ്യണില്ല ജയേട്ടൻ. പാട്ടിടോ എന്ന് പറഞ്ഞു. ആ പാട്ടിട്ടു എന്ന് പറഞ്ഞു. മ്യൂസിക് ഡയറക്ടർ പാട്ടിട്ട് ചേട്ടൻ മതി അടുത്ത വരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മ്യൂസിക് ഡയറക്ടർ ഒന്ന് പറഞ്ഞു, ചേട്ടാ ആ വരി ഒന്ന് എന്നാൽ താൻ തന്നെ പാടിയാൽ പോരെ, ഇവിടെ ഒന്നൊന്ന് പാടിക്കോളൂ, ഞാൻ പാടണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പാടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് പാട്ടൊക്കെ കഴിഞ്ഞ് സന്നിധാനന്തം പോയി ചേട്ടൻ്റെ കാലൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇയാള് ഓലഞ്ഞാലിക്കുരുവി എന്ന് പറഞ്ഞ പാട്ട് എഴുതിയ ആളാണ്, എന്താ എൻ്റെ പേര് എന്ന് ചോദിച്ചു. ഹരി എഴുതാൻ. അപ്പോൾ ഗോപിയുടെ പാട്ടല്ലേ, നല്ല പാട്ടാന്ന്. പിന്നെ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, തനിക്ക് ഇഷ്ടപ്പെട്ട ഗാനരചയിതാവ് ആരാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലേ എല്ലാവരും ഇഷ്ടമാണ്, അത് വല്ല രാഷ്ട്രീയ ചർച്ചയിലും പറഞ്ഞാൽ മതി, ശരിക്കുള്ളത് പറയാം. അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ പി ഭാസ്കരനോടൊരു ഇഷ്ടമുണ്ട്. അതെന്തിനെത്ര പതുക്കെ പറയണ്, പി ഭാസ്കരൻ അങ്ങനെ ഒരു ഗാനരചയിതാവുള്ളൂ, അത് ഉറക്കെ പറയണം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ മാനത്തിൻ മുറ്റത്ത് മഴവില്ലാൾ അഴ കെട്ടും, അത് വേറെ ആരൊക്കെ പറ്റുക, അത് പി ഭാസ്കരൻ തന്നെ പറ്റുള്ളൂ, വേറെ ആരൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നു. ഒരു ദിവസം ഒരു 15 മിസ്ഡ് കോള്, അങ്ങനെയാണ് ജയേട്ടൻ്റെ ഒരു രീതി. രാവിലെ 6 മണിക്ക് മനോരേട്ടന 6 മണിക്ക്. അപ്പൊ ഈ ജയേട്ടൻ പാട്ട് കേൾക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ജയേട്ടൻ്റെ ഫോൺ ഇത്ര പോകുന്ന ചെറിയ ഫോണാണ്. അത് നമ്മളിപ്പോൾ ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് സിസ്റ്റത്തിൽ ഇട്ട് കേട്ടല്ലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ കേൾക്കലൊന്നും ഇല്ല ജയേട്ടന്. പാട്ട് രാത്രി 9:30 മനോഹരേട്ടൻ ഒരു പാട്ട് അവിടെ പ്ലേ ചെയ്യും, അത് ഫോണിൽ ജയേട്ടൻ കേൾക്കും. അങ്ങനെയാണ് ജയേട്ടൻ എല്ലാ പാട്ടും കേൾക്കുന്നത്. ഒരു പക്ഷേ ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ജയേട്ടൻ മനോഹരേട്ടനിലൂടെ തന്നെയാണ് അറിയുന്നത്. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ താ ഈ പാട്ട് കേട്ടല്ലോ എന്ന് ചോദിച്ചു. അരമുറി കരിക്കൊത്ത മാനവ ഹൃദയം, അലയാഴിയേക്കാൾ അതിന് ആഴം. ഇങ്ങനെ എഴുതാൻ ആരൊക്കെയാണ് പറ്റുക? പി ഭാസ്കരന് മാത്രമേ പറ്റുള്ളൂ. എന്താല്ലേ ഒരു നാളികേരമുറിയുടെ പോലെയുള്ള ഹൃദയം എന്നുള്ളത് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഏത് സമയത്തും ലിറിസിസ്റ്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കണ്ണദാസന്റെ ഒക്കെ കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയേട്ടന് കണ്ണദാസന് MSPയും കോമ്പോസിഷനിലുള്ള കഥകൾ ഒരുപാട്. കണ്ണദാസൻ അപ്പൊ അത്ര ആവേശത്തോടെ പാട്ടെഴുത്തുകാരെ പറ്റി പറയുന്ന ഒരു ആളാണ് ജയേട്ടൻ. ഇപ്പൊ ഒരു ഉദാഹരണം കൂടിയും പറയാന്ന് വെച്ചാല്, ഒരു ദിവസം എന്നെ വിളിച്ചു, ഏതോ ഒരു പാട്ട് പാടി വന്നിരിക്കുക. അപ്പൊ പറഞ്ഞു, എടോ നിമീഷം എന്ന് പറയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിമീഷം എന്ന് പറയില്ലല്ലോ, നിമിഷം എന്നാണ് പറയാ. അപ്പോ അല്ലടോ ഒരു പാട്ടിൽ ഒരു മ്യൂസിക് ഡയറക്ടർ, വലിയ കേമായിട്ടുള്ള മ്യൂസിക് ഡയറക്ടറുടെ പേര് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ നിമീഷം എന്ന് പാടണം എന്ന് പറഞ്ഞു എന്നോട് എന്ന് പറഞ്ഞു.
അപ്പൊ പറഞ്ഞു അത് അത് തെറ്റല്ലേ. ഞാൻ എന്നിട്ട് നിമിഷം എന്ന് പാടി കൊടുത്തു. അത് ആ മീറ്ററിൽ നിൽക്കാം, എന്തിനാ ഈ നിമീന്ന് നീട്ടണ് എന്ന് ചോദിച്ചു. പറഞ്ഞു അങ്ങനെ പറ്റില്ല, നിമേഷം ആണെങ്കിൽ ഓക്കെയാണ്, നിമേഷം എന്ന് നിമിഷത്തിന് പറയും. അപ്പൊ പറഞ്ഞു അതല്ലടോ നിമീഷം എന്നാണ്. എന്നിട്ട് എന്തോ ഒരു കാരണോ അതിന് പറഞ്ഞു മലയാളത്തിൽ, എന്താന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എനിക്കിതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പാടി നീട്ടാം ലഘുക്കളെ എന്നാവും, അതന്നെ പറഞ്ഞ്. പക്ഷെ ഇതിന് പറ്റില്ല. പക്ഷെ ഈ നിമിഷം എന്തിനാ പാടിക്കണം? അപ്പൊ അത്രയും ശ്രദ്ധ അദ്ദേഹത്തിനുണ്ട്. ഈ ലാസ്റ്റ് ജയേട്ടൻ റെക്കോർഡ് ചെയ്തൊരു ഒരു ഒരു പാട്ടിൽ കല്ലറ ഗോപൻ ചേട്ടന്റെ ഇതില് അല്ല അതല്ല, ഞാൻ എഴുതിയ ഒരു പാട്ട് നീ എന്ന ഗാനത്തെ എന്നുള്ളതിൻ്റെ ഒപ്പമുള്ള ഒരു പാട്ടിൽ, ഞാനത് എൻ്റെ പാട്ടിനെ പറ്റി പറയാനല്ല, ഭക്തിഗാനം എഴുതാണ്. അപ്പോൾ വാഴകുന്നത്തിനും ഓട്ടൂരിനും സ്നേഹഭാഗവതം പെയ്ത ഗേഹം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനമാണ് അതിൽ പ്രസക്തി. അപ്പോൾ ഈ വാഴകുന്നത്തിനും ഓട്ടൂരിനും സ്നേഹ ഒരു വരി ഹൈഫൺ ഭാഗവതം പെയ്ത ഗേഹം എന്നാണ് ഞാൻ. അപ്പൊ ഗോപൻ ചേട്ടൻ, അത് മ്യൂസിക് ഡയറക്ടേഴ്സിന് ചിലപ്പോൾ പറ്റും, ഗോപൻ ചേട്ടൻ ട്യൂൺ ചെയ്തപ്പോൾ വാഴകുന്നത്തിനും ഓട്ടൂരിനും സ്നേഹ എന്നുള്ളടത്ത് ഒരു പോസ് ഒരു സംഗതിയും വന്നു, ഭാഗവതം പെയ്ത. അപ്പൊ ചേട്ടൻ പാടുക. അപ്പൊ ഗോപൻ ചേട്ടൻ ഇവിടുന്ന് പാടി കൊടുക്കുന്നുണ്ട്, അവിടുന്ന് ചേട്ടൻ പാടുക. അപ്പൊ ഈ വാഴകുന്നത്തിനും ഓട്ടൂരിനും സ്നേഹ ഭാഗവതം. അപ്പൊ ജയേട്ടൻ വാഴകുന്നത്തിനും ഓട്ടൂരിനും സ്നേഹഭാഗവതം. അപ്പോ ഇവിടുന്ന് അല്ല ജയേട്ടൻ നോക്കണം, അവിടെ സ്നേഹ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് പാടിക്കൊടുത്തു. വീണ്ടും ചേട്ടൻ വാഴകുന്നത്തിനും ഓട്ടൂരിനും സ്നേഹഭാഗവതം തന്നെ പാടുക. മൂന്നാമതും പറഞ്ഞു, അവിടെ ഒരു പോസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഒറ്റ കമന്റേ ഉള്ളൂ, ഗോപൻ അത് വേണ്ട, സ്നേഹഭാഗവതം മതി എന്നുള്ളു. അത് ആ വരിയെ ഇതാക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇംപ്രവൈസേഷൻ, ഇപ്പം മ്യൂസിക്കൽ ഇംപ്രവൈസേഷൻ നോട്ടിലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ നോട്ടിൽ നിന്ന് വരിയുടെ ഭാവത്തിനനുസരിച്ച് ആ ഭാവത്തിലാണ് ജയേട്ടൻ്റെ ഇംപ്രവൈസ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. സംഗതികളൊക്കെ ആ ഭാവത്തിനനുസരിച്ച്. നമ്മളൊക്കെ ഒരു വരി എഴുതി കൊടുത്തിട്ട് അതിങ്ങനെ ഈ ജയേട്ടൻ അങ്ങോട്ട് പാടി വെക്കുമ്പോൾ ഇപ്പോൾ വീശറിപ്പൂ വിടരണ പോലെ പോലഞ്ഞാലി കുരുവിയൊക്കെ എഴുതുന്ന വളരെ കഷ്ടപ്പെട്ട് എഴുതി കൊടുത്തതാണ്. പക്ഷെ അത് ഇങ്ങേരുടെ ശബ്ദത്തിൽ വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ കരഞ്ഞു പോവും. ഞാൻ ഒരു ദിവസം ഇരുന്ന് ഓലഞ്ഞാലിക്കുരി ആദ്യത്തെ റെക്കോർഡിങ് കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് എഴുതുന്നോ അതിന് ആകാശത്തൊരു നക്ഷത്രം പോലെ, നമ്മുടെ കയ്യിൽ മുക്കുറ്റിപ്പൂവാണെങ്കിൽ പാടി ജയചന്ദ്രൻ അതിനെ ആകാശത്തെ നക്ഷത്രമാക്കും. അതിമനോഹരമായ രൂപമയോടുകൂടിയാണത് അവസാനിച്ചത്.